ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കംഫർട്ട് ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരുപാട് ഐഡിയകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മജൻഡ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം കളറുകളൊക്കെ തീർന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ലൈറ്റ് കളറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കോട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാനിതാ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഉൾഭാഗമൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു ലേസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഏതോ ഒരു ഡ്രസ്സിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ബാക്കി വന്നിട്ടുള്ള ചെറിയ പീസെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലുള്ള ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ റിബണോ സ്റ്റോണോ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഇനി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറാണ് ബേസ് കോട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ലൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഭംഗിയാക്കി കൊടുക്കാം. ഇതുപോലെ ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം ചെറിയൊരു പീസും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗത്തും ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിതിലേക്ക് ഒരു പകുതി ഭാഗത്തോളം അരിമണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു അഗർബത്തി സ്റ്റാൻഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.